മമ്മി പറയുന്ന കേട്ട് എല്ലാവരും മമ്മിയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. മമ്മി. അടുത്തിരുന്ന സോഫി മമ്മിയുടെ കയ്യിൽ പിടിച്ച് തെല്ലുറക്കെ വിളിച്ചു. പെട്ടെന്ന് ഞെട്ടിയതുപോലെ മേഴ്സി അവളെ തുറച്ചു നോക്കി. എന്താ മമ്മി? വേഗം എഴുന്നേറ്റ് മമ്മയുടെ അടുത്ത് വന്ന് എബി. മേഴ്സി ആകെ വിയർക്കാൻ തുടങ്ങിയെന്നു. ഒന്നുമില്ല മോളെ, കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. മേഴ്സി പറഞ്ഞു കേട്ട് മരിയ വേഗം പോയി വെള്ളം എടുത്തിട്ട് വന്നു. വെള്ളം വാങ്ങി കുടിച്ചു മേഴ്സി. അതെ, ഇനി ചോദ്യം ഉത്തരവൊന്നും വേണ്ട. നേരം ഒരു പടായി, നല്ല ക്ഷീണമുണ്ട്. ഇവളുറങ്ങട്ടെ, ബാക്കിയെല്ലാം നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് ചോദിക്കാം. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ കൊച്ചേ? മേഴ്സി ചോദിച്ചു. വേണ മോളെ സോഫി, ഇവൾക്ക് റൂം കാണിച്ചു കൊടുക്ക്, മേരി ചേച്ചി ഉപയോഗിക്കുന്നത്. സോഫി ഒന്ന് നോക്കിക്കൊണ്ട് അവളെ വിളിച്ച് അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി. അടുക്കളയോട് ചേർന്നൊരു ചെറിയ മുറിയുണ്ട്. സ്റ്റോർ റൂമിന് അടുത്തായി. മേരി ഇവിടെ നിൽക്കുന്ന സമയം ആ മുറിയിലാണ് കിടക്കുന്നത്. നിനക്ക് തനിയെ കിടക്കാൻ പേടിയുണ്ടോ? സോഫി ചോദിച്ചു. ഇല്ലമ്മ, ഞാനിനി തനിയല്ലേ സീലമ്മ. അവളുടെ വാക്കുകൾ ഇടറിയതുപോലെ തോന്നി സോഫിക്ക്. ശരി. സോഫി അവളെ ആക്കി പോന്നു. അവൾ ആക്കിയെന്ന് കണ്ണോടിച്ചു. കുഞ്ഞു മുറിയാണെങ്കിലും വൃത്തിയുള്ളതാണ്. ഒരാൾക്ക് കിടക്കാവുന്ന കട്ടിലാണ്. അടുത്ത് തന്നെ ചെറിയൊരു ബാത്റൂമുണ്ട്. ശിവ ബാഗ് കട്ടിലിന് മുകളിൽ വെച്ച് അത് തുറന്ന് കുറച്ച് വസ്ത്രങ്ങളുണ്ടായിരുന്നു. അതിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സ്വർണ്ണമാല അവൾ എടുത്തു. നീളമുള്ള മാലയിൽ തൂങ്ങിയാടുന്ന ക്രൂശിത രൂപത്തിൽ അവളൊന്ന് മുത്തി. നിറം മങ്ങി ചിതലരിച്ച ഒരു ഡയറി എടുത്തു. അതിൽ വെച്ചിരുന്ന കുറെ കടലാസ് തൊണ്ടുകൾ ചിലത് കീറിപ്പോയിരുന്നു. കണ്ണുനീര് വീണ്ടും മഷി പരന്ന ആ വാക്കുകൾ തൻ്റെ അമ്മയുടെ ജീവിതമായിരുന്നു. ഒരു ആയുസ് മുഴുവൻ തൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകളായിരുന്നു അവ. തൻ്റെ അച്ഛൻ്റെ ഒരിക്കലും അമ്മ തൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. പെരിയമ്മയും പെരിയപ്പയും വഴക്ക് പറയുകയും തല്ലുകയും എല്ലാം ചെയ്യുമ്പോഴും തന്നെയും ചേർത്ത് പിടിച്ച് ഒരിറ്റ് കണ്ണുനീരിൽ പോലും പൊഴിക്കാതെ ഇരിക്കുന്ന തൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവയാണ് ആ പേപ്പറുകൾ വീണ് കുതിർന്ന് കുഞ്ഞുനാളിൽ കുറെ കണ്ട് അമ്മ അടി വാങ്ങിക്കറിയുന്നത്. പിന്നെ എല്ലാം മാറി. അമ്മയൊന്നും മിണ്ടാതെയായി. എല്ലാവരും അമ്മയെ തനിയെ വിട്ടു. കുറച്ചുകൂടി ബുദ്ധി വന്നപ്പോഴാണ് അമ്മയോട് വീണ്ടും വിവാഹം കഴിക്കാനായിരുന്നു പെരിയപ്പയും പെരിയമ്മയും പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലായി. തന്നെ വിട്ടിട്ട് പോകമാട്ടെ എന്നാണ് അമ്മ എപ്പോഴും പറഞ്ഞത്. ശിവ ബാഗിൽ ഭദ്രമായി തന്നെ അവ എടുത്തു വെച്ചു. ഒരു ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. ഒന്ന് മേലെ കഴുകി വേഗം ഡ്രസ്സ് മാറി തിരിച്ചിറങ്ങി. കിടന്ന പാടെ അവളെ യാത്ര ക്ഷീണം കൊണ്ട് അവൾക്ക് കണ്ണുകൾ അടഞ്ഞു പോകും പോലെ തോന്നി. പേടി നിറഞ്ഞ യാത്രയായിരുന്നു അവൾക്കത്. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം. ലക്ഷ്യത്തിലെത്താൻ മാർഗം തടസ്സമായില്ല. പക്ഷേ എല്ലാം വെറുതെയായി. എല്ലാവരെയും കിടക്കാൻ വിട്ടു മേഴ്സി റൂമിൽ കയറി. മേഴ്സി, എന്താ നിനക്ക് പറ്റിയത്? പറ, നീ എന്താ പെട്ടെന്ന് അങ്ങനെ പെരുമാറിയത്? ആ പെൺകുട്ടിയെ സഹായിക്കണ്ടേ എന്നാണോ തീരുമാനം? ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് മേഴ്സി നോക്കി. ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലപ്പേരെല്ലാം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? മേഴ്സി അയാളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. ഇല്ല. എന്താ മേഴ്സി? അയാൾ മേഴ്സിയുടെ അടുത്ത ബെഡിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ മറന്നു കാണും, പക്ഷെ ഞങ്ങൾക്ക് ചിലർക്ക് അത് മറക്കാൻ കഴിയില്ല. നിങ്ങൾ നാട്ടിലില്ലായിരുന്നല്ലോ. മേഴ്സി ആമുഖത്തോടെ പറഞ്ഞു. നീ വളച്ചു കെട്ടാത്ത കാര്യം പറ. സെൽവൻ, മല്ലിക, അവരെ ഓർക്കുന്നുണ്ടോ? മേഴ്സി പറഞ്ഞ പേരുകൾ കേട്ട് ഞെട്ടി ഒരു നിമിഷം അയാൾ. മലർമൊഴി? അയാളുടെ വാക്കുകൾ ഞെരിഞ്ഞമർന്നു. അതെ. മേഴ്സി പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മലർമൊഴിയുടെ മകളാണ് ഈ കുട്ടി. അവളുടെ അച്ഛനെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ അതിനൊരു തർക്കവുമില്ല. സെൽവവും മല്ലികയും എല്ലാവരെയും കബളിപ്പിച്ചു. കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അതെ, അത് തന്നെയാകും സത്യം. മേഴ്സി ഉറപ്പോടെ പറഞ്ഞു. ഏട്ടനറിഞ്ഞാൽ? കർത്താവേ! നെഞ്ചിൽ കൈവച്ച് നിൽക്കുന്ന ഭർത്താവിനെ വേദനയോടെ നോക്കി മേഴ്സി. അറിയാതിരുന്നാൽ ഈ തറവാട്ടിൽ വളരേണ്ട കൊച്ച് ആരോരുമില്ലാതെ കഷ്ടപ്പെടും. നമ്മുടെ മക്കളുടെ അതേ രക്തം തന്നെയാണ് അവളും. മേഴ്സി പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്കും തോന്നി. മേഴ്സി ഓർമ്മയിൽ ചികഞ്ഞു. തൻ്റെ വിവാഹം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞാണ് ചേട്ടൻ ജോലിക്ക് പോയത്. പോയൊരു മാസം കഴിഞ്ഞപ്പോൾ വിശേഷമുണ്ടെന്ന് മനസ്സിലായി. എബിയുടെ പ്രസവത്തിന് വേണ്ടി താൻ വീട്ടിൽ വന്ന സമയത്താണ് ഒരു ദിവസം ചേച്ചി പലഹാരമൊക്കെയായി കാണാൻ വന്നപ്പോൾ പറയുന്നത് ഏട്ടൻ കോയമ്പത്തൂരിൽ നിന്നും വരുന്ന വഴി ഒരു കുടുംബത്തെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്നും ഭാര്യയും ഭർത്താവും ഒരു മകളും റബ്ബറൊക്കെ ഉണക്കുന്ന വീട്ടിലാണ് അവർ താമസിച്ചതെന്ന് അന്ന് ചേച്ചി പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയമായിരുന്നു അത്. അമ്മയുമുണ്ട്. ഏട്ടൻ പറഞ്ഞത് ചെറിയ കുട്ടിയുമായി വഴിയരിയിൽ നിൽക്കുന്ന കണ്ട് കൂടെ കൂട്ടിയതാണ് എന്നാണ്. അത് ശരിയായിരുന്നു. രണ്ടുപേരും നാട് വിട്ടു പോന്നതായിരുന്നു. പ്രസവം കഴിഞ്ഞ് താൻ തിരികെ ചെല്ലുമ്പോൾ മല്ലിക അവിടുത്തെ ഒരു അംഗത്തെ പോലെയായിരുന്നു. വീട്ടിലെ സഹായത്തിനും റബ്ബർ വെട്ടുന്നതിനും ഷീറ്റ് ഉണക്കുന്നതിനും എല്ലാം മല്ലിക സഹായത്തിനായി നിന്നു.
റബ്ബർ വെട്ടാൻ വരുന്നവരുടെ കൂടെ പണിയെടുക്കാനും അവൾക്കൊരു മടിയുമില്ലായിരുന്നു. സെൽവത്തിന് ചെറിയൊരു വരുമാന ജോലിയൊക്കെ ആക്കി കൊടുത്തിരുന്നു. അയാളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് ചേട്ടൻ തന്നെയാണ് ഏർപ്പാടാക്കി കൊടുത്തത്. അലുമിനിയം പാത്രങ്ങൾ സൈക്കിളിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നത്, പഴയ പാത്രങ്ങൾ വാങ്ങി പുതിയത് കൊടുക്കും. അടവിന് എന്നതുപോലെ എല്ലാ ദിവസവും ഓരോരോ റൂട്ടിലാണ് പോയിരുന്നത്. തരക്കേടില്ലാത്ത കച്ചവടമായിരുന്നു അയാൾക്ക്. തിരിച്ചു വന്നാൽ ചേട്ടനെയും സഹായിക്കും. ഇപ്പോഴും ഓർമ്മയുണ്ട്, കുട്ടിയുടുപ്പിട്ട് ചുരുണ്ട തലമുടിയും കാലിൽ നിറയെ മണിയിലുള്ള കൊലുസുമിട്ട് ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി. മലർമൊഴി. 3-4 വയസ്സ് കാണും അവൾക്ക്. എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവളുടെ. ചെറിയ കുട്ടിയായതിനാലാകാം മലയാളവും അവൾ വേഗം പഠിച്ചു. ഏറ്റവും മൂത്തത് സിസിലിയും അതിന് താഴെ സണ്ണിയുമായിരുന്നു. അവിടെ കൂടെ തന്നെ ആ തറവാട്ടിൽ ഓടിക്കളിച്ചു മലർമൊഴിയും വളർന്നു. എബി കുഞ്ഞാണ്. പെട്ടെന്ന് തന്നെ അടുക്കുന്ന പ്രകൃതമായിരുന്നു മലർമൊഴിയുടെയും മല്ലികയുടെയും. താനുമായും അവർ പെട്ടെന്നടുത്തു. സെൽവത്തിന് കുറച്ചുകൂടി വരുമാനമായപ്പോൾ ചേട്ടൻ ഒരു 5 സെന്റ് സ്ഥലം അധികം വേലിയില്ലാതെ കൊടുത്തു. വീടിനോട് ചേർന്ന് തന്നെ അവരെ കൂടെ നിർത്തുന്നത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവിടെ അവർ മൺകട്ട കൊണ്ട് ഒരു ഒറ്റ വീട് മുറി പണിതു. ആകെ കൂടി ഉണ്ടായിരുന്ന സമ്പാദ്യം അവരുടെ ഒരു വലിയ ട്രാങ് പെട്ടിയായിരുന്നു. ഒരു മുറിയുടെ പകുതിയോളമുണ്ട് ആ പെട്ടി. അതിൽ തന്നെയാണ് സാധനങ്ങളും വെക്കുന്നത്. എല്ലാം മരിയും സാധനങ്ങളും എല്ലാം ഒരു ഭാഗത്ത്, വസ്ത്രങ്ങൾ ഒരു ഭാഗത്ത്. അതിനൊരു കുഞ്ഞു താഴും താക്കോലും ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെയാണ് രണ്ടുപേരും കിടന്നിരുന്നത്, മലർമൊഴിയും മല്ലികയും. സെൽവം താഴെ മെത്തപ്പായി വിരിച്ച് കിടക്കും. പലപ്പോഴും അവിടേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. സിസിലെ വിളിക്കാൻ പോകുമ്പോൾ. പിന്നീട് ആൽബി വിശേഷമായപ്പോൾ താൻ വീണ്ടും പ്രസവത്തിന് വേണ്ടി പോന്നു. 2 മക്കളായതിനു ശേഷമാണ് വീട് പണി തുടങ്ങിയതും. അമ്മയും മരിച്ചതോടെ മാറി താമസിക്കാമെന്ന തീരുമാനത്തിലായി. വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും എന്നായാലും ആവശ്യമല്ലേ എന്ന് കണ്ടാണ് മാറി താമസിച്ചത്. ആദ്യമൊക്കെ പോക്ക് വരവുകൾ നന്നായി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് കുറഞ്ഞു. മക്കളൊക്കെ വളർന്നു വലുതായി. മലർമൊഴിയെ സണ്ണിയും സിസിലിയും പഠിക്കുന്ന സ്കൂളിൽ ചേർത്തിരുന്നു. ഒരുമിച്ചാണ് പോക്കും വരവും. ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് അവിടെ മനസ്സിലും അരുതാത്ത മോഹങ്ങൾ പൂവിടാൻ തുടങ്ങിയതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ചേച്ചി വന്നപ്പോഴാണ് പറയുന്നത് സണ്ണി മലർമൊഴിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കേട്ടപ്പോൾ ആദ്യം തമാശയായി തോന്നിയെങ്കിലും ശരീരങ്ങൾ വളർന്നതനുസരിച്ച് അവരുടെ പ്രണയം വളർന്നിരുന്നു. ചേട്ടനോട് തന്നെ സണ്ണി തുറന്നു പറഞ്ഞു മലർമൊഴിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അന്നതറിഞ്ഞപ്പോൾ ഇരു വീട്ടിലും കലഹമായിരുന്നു. സണ്ണിയെ ചേട്ടൻ തല്ലി, മലർമൊഴിയെ സെൽവവും. അടിയും പിടിയും ഒക്കെ പിന്നീടെല്ലാം വേണ്ടെന്ന് വെച്ച് ഇരുവരും നന്നായി അഭിനയിച്ചു. അവർ ബന്ധം തുടരുന്നത് പിന്നെ ആരും അറിഞ്ഞില്ല. മലർമൊഴി 10ാം ക്ലാസ് പാസ്സായി. സണ്ണി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാനാണ് പിന്നീട് മലർമൊഴി ചേർന്നത്. സിസിലിക്ക് വിവാഹാലോചന വരുന്ന സമയമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഒരു ദിവസം മലർമൊഴി ഛർദ്ദിക്കുന്നത്. തല കറങ്ങി വീണ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അന്ന് 17 വയസ്സായിരുന്നു മലർമൊഴിക്ക്. പരിശോധന കഴിഞ്ഞ് ഡോക്ടറാണ് പറഞ്ഞത് മലർമൊഴിക്ക് വിശേഷമുണ്ടെന്നും. ചേട്ടൻ ഡോക്ടറെ കണ്ട് കൈമണി കൊടുത്തു. ആരും അറിയാതെ ഹോസ്പിറ്റലിൽ നിന്നും പോന്നു. അന്ന് അവിടെ ഉണ്ടായത് എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഇത് നടക്കുമ്പോൾ സണ്ണി ഏതോ കുരുമുളക് കയറ്റി അയക്കുന്ന കമ്പനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ദൂരെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. അവനൊന്നും അറിഞ്ഞില്ല. മലർമൊഴി ആരും ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെയിരുന്നു. ആരാണിതിന് പിന്നിലെന്ന് എത്ര ചോദിച്ചിട്ടും അവൾ പറഞ്ഞില്ല. സെൽവവും മല്ലികയും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ചേച്ചി വരാൻ പറഞ്ഞ് ആളെ വിട്ടു വിളിച്ചപ്പോൾ താൻ പോയപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. മലർമൊഴി ആരുടെയും പേര് പറഞ്ഞില്ലെങ്കിലും നഗ്നമായ സത്യമായിരുന്നു സണ്ണി തന്നെയാകുമെന്ന്. ചേട്ടന് ഭ്രാന്തെടുത്ത ദിവസങ്ങളായിരുന്നു. സണ്ണി തിരിച്ചു വന്നപ്പോഴാണ് ഈ വിവരം അവൻ അറിയുന്നത്. അവൻ ആരെയും നോക്കിയില്ല. നേരെ പോയി മലർമൊഴിയുടെ അടുത്തേക്ക്. ചേട്ടനും ചേച്ചിയും അവനെ വിലക്കിയില്ലെങ്കിലും എല്ലാവരെയും തട്ടി മാറ്റിയാണ് അവൻ പോയത്. 21 വയസ്സാണ് അന്ന് സണ്ണിക്ക്. സിസിലയുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. ഒരു കാരണവശാലും ഇത് നടക്കാൻ പാടില്ലെന്നാണ് ചേട്ടനും ചേച്ചിയും ഒറ്റക്കെട്ടായി പറഞ്ഞു. പക്ഷെ എന്തു വന്നാലും മലർമൊഴിയെ കൈവിടില്ലെന്ന് സണ്ണി തീർത്ത് പറഞ്ഞു. അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണക്കുരിശുമാല മലർമൊഴിയുടെ കഴുത്തിൽ ഇട്ടുകൊടുത്ത് സണ്ണി അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സെൽവത്തിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത്. പിന്നെ അവിടെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. സണ്ണി ആടെ വാക്കുകളും ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് അവന് ശാന്തനാക്കാൻ മലർമൊഴിയെ തന്നെയാണ് ആയുധമായി ചേട്ടൻ കണ്ടത്. ഒരുവിധം അവനിന്ന് അനുനയിപ്പിച്ച വീട്ടിലേക്ക് വിട്ടു. പിന്നെ എല്ലാവരും കൂടി മലർമൊഴിയുടെ അടുത്ത് കരച്ചിലും പിഴിച്ചിലുമായി. അവൾ അവനെ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കാമെന്നും പറഞ്ഞു. ചേട്ടന് വാക്ക് കൊടുത്തു. കുറച്ച് ദിവസം കൂടി കടന്നുപോയി. സണ്ണിയെ മൊഴി തന്നെ പറഞ്ഞ് ഒരുവിധം ആശ്വസിപ്പിച്ചു. സിസിലയുടെ വിവാഹം കഴിയുന്നത് വരെ പിടിച്ചു നിൽക്കണമെന്ന്.
പിന്നെ കുഞ്ഞിനെ ഇപ്പോൾ വേണ്ടെന്നും പറഞ്ഞവൾ ആദ്യം സണ്ണി സമ്മതിച്ചില്ല. പിന്നെ അവളെ നിർബന്ധപ്രകാരം അവന് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഒരു രാത്രി ഉറങ്ങി ഉണർന്നപ്പോൾ മലർമൊഴിയും അച്ഛനും അമ്മയും നാട് വിട്ടിരുന്നു. അവരെ കാണാതായി അന്നു മുതൽ സണ്ണി ആകെ മാറി. അവൻ കുറെ അവരെ അന്വേഷിച്ച് നടന്നുവെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. അവർ എങ്ങനെ എവിടേക്ക് പോയിന്ന് ആർക്കും അറിയില്ല. ആരും അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. സണ്ണി മാത്രം കുറെ അലഞ്ഞു നടന്നു. പിന്നീടാണ് അവൻ തലതിരിഞ്ഞ സന്തതിയായി മാറിയത്. ചേട്ടൻ അഭിമാനത്തിന് വേണ്ടിയാണ് അവരെ നാട് കടത്തിയെന്ന ചിന്തയിലാണ് അവൻ സ്വയം നശിച്ചത്. പിന്നെ എല്ലാവർക്കും നാണം കെടുത്തുന്ന തരത്തിൽ മാറി സണ്ണി. കൊടിയും വലിയും പെണ്ണും അങ്ങനെ ഒരു തരത്തിൽ. സണ്ണിയുടെ മാറ്റത്തിന് കാരണം ചേട്ടൻ തന്നെയാണ്. പതിയെ പതിയെ എല്ലാവരും മറന്നു, അല്ലെങ്കിൽ മറന്നെന്ന് ഭാവിച്ചു സെൽവത്തെയും കുടുംബത്തെയും. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. രാമാനം ആരും അറിയാതെ അവർ എവിടെ പോയിന്ന്. ഓർമ്മകളുടെ ഞെട്ടിൽ മേഴ്സിയുടെ ശരീരം ഒന്നാകെ വിറച്ചു. മേഴ്സി, നീ ഊഹിച്ചത് ശരിയാണെങ്കിൽ. അയാൾ വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി. അതെ, എൻ്റെ ഊഹം ശരിയാണ്. ഇവളുടെ പ്രായം നോക്കുമ്പോൾ ശരിക്കും മലർമൊഴി അന്ന് കുഞ്ഞിനെ നശിപ്പിക്കാതെ പ്രസവിച്ചുവെങ്കിൽ ഇതാ കുഞ്ഞു തന്നെ. എനിക്കൊരു സംശയമില്ല. അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? സണ്ണിയുടെ അതേ ചെമ്മൻ കണ്ണുകളാണ്. അവൻ്റെ മുടിയും മൊഴിക്ക് കറുത്ത ചുരുണ്ട മുടിയുമായിരുന്നു. ഇത് സണ്ണിയുടെ മകൾ തന്നെയാ, എനിക്ക് ഉറപ്പാണ്. ഭർത്താവിനെ നോക്കി പറഞ്ഞു അവർ. ഏട്ടൻ അറിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ മക്കൾ സോഫി ഇതറിഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താകും? കർത്താവേ, അയാൾ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. കർത്താവ് തമ്പുരാൻ എബിയുടെ മുന്നിൽ ലഭിച്ചതായിരിക്കും അവളെ. അല്ലെങ്കിൽ ഈ രാത്രി നേരത്ത് അവള് ഇവിടെ, അതും എബിയുടെ മുന്നിൽ ചാടാൻ. ഇതാകും അവിടുത്തെ തീരുമാനം. രക്തം രക്തത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഏട്ടനെ വിവരങ്ങൾ അറിയിക്കണം. പാവം, ഇനി അവളെ തനിയെ വിട്ടാൽ ശരിയാകില്ല. നമ്മുടെ സണ്ണിയുടെ മകളാണവൾ. മേഴ്സി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. മേഴ്സി, നീ എന്തൊക്കെയാ പറയുന്നത്? ഏട്ടൻ ഈ കൊച്ചിനെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എനിക്കറിയാം, ഏട്ടൻ അറിയാതെ ആകില്ല സെലവും കുടുംബവും നാട്ടിൽ നിന്നും കാണാതെയായത്. ഏട്ടൻ അതിൽ പങ്കുണ്ടെന്ന് സണ്ണി വിശ്വസിച്ചിരുന്ന പോലെ തന്നെ ഞാനും അത് ഉറച്ചു വിശ്വസിച്ചു. സണ്ണിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് ഞാൻ അവൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഇന്നീ കൊച്ച്. അതെ, പക്ഷെ എല്ലാവർക്കും അന്ന് വലുത് കുടുംബ മഹിമയും നാട്ടിലെ ബഹുമാനവുമായിരുന്നു. ഒരു പാവം പെണ്ണിനെയും അവളുടെ വീട്ടുകാരുടെയും വേദന ആരും കാണാൻ നാണക്കേട് ഭയന്ന് എല്ലാവരും, ഈ ഞാൻ ഉൾപ്പെടെ തന്നെ കണ്ടില്ലേ സണ്ണി പോയത്? ഒരു സമാധാനം നമുക്കുണ്ടോ? നിത, അവൾ എന്തൊക്കെ ചെയ്തു? രണ്ട് മക്കളും കുറെ അനുഭവിച്ചു. ഇനിയും ആ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് അതിൻ്റെ ശാപം കൂടി ഏറ്റുവാങ്ങാനാണോ? എന്തായാലും ഞാനതിനെ കൂട്ടു നിൽക്കില്ല. ഏട്ടൻ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കും അവൾ. എൻ്റെ മൂത്ത മോനായിരുന്നു സണ്ണി. അവൻ്റെ മോൾ എൻ്റെ ജീവിതകാലം മുഴുവനും ഇവിടെ കഴിയും. ഇനിയൊരു ശാപവും വരും തലമുറയ്ക്ക് കിട്ടിക്കൂടാ. മേഴ്സി ഉറച്ച വാക്കുകളോടെ പറഞ്ഞു. നീ ഉറപ്പിക്കാൻ വരട്ടെ. അവളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളതെന്ന് നാളെ നോക്കാം. എന്നിട്ട് മതി തീരുമാനമെടുക്കുന്നത്. നേരം ഒരുപാടായി, കിടക്കാൻ നോക്ക്. എന്ത് വേണമെന്ന് ആലോചിക്കാം. മനസ്സ് രണ്ടുപേരുടെയും അസ്വസ്ഥമായിരുന്നു. കിടന്നിട്ടും ഉറക്കം വന്നില്ല ആർക്കും. നേരമൊന്ന് പുലർന്നു കിട്ടാൻ കാത്തു കിടന്നു അവർ രണ്ടുപേരും. എബി റൂമിലെത്തി കുളിച്ച് ഡ്രസ്സ് മാറി കിടക്കാൻ നേരത്തെ മരിയ എന്തോ ചിന്തയിൽ കിടക്കുകയാണ്. മരിയ, താൻ എന്താ ആലോചിക്കുന്നത്? എബി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. അല്ലീച്ചയ, ഞാൻ ആലോചിക്കുകയായിരുന്നു. ആ പെൺകുട്ടി ഇത്രയും ദൂരം തനിച്ച് യാത്ര ചെയ്യുന്നു പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവൾക്കൊരു ഉറപ്പുമില്ലാതെ ഇനി നാട്ടിലേക്ക് അച്ഛനെ അന്വേഷിച്ച് വരാൻ. മരിയ ഒന്ന് നിർത്തി അവനെ നോക്കി. ദേ, നീ അത് വിട്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. ആ പെൺകുട്ടി നാളെ എവിടെയെങ്കിലും പോകും. വെറുതെ അതും ആലോചിച്ച് കിടന്നിട്ട് നമ്മുടെ സുന്ദര രാത്രി കളഞ്ഞു കുളിക്കാൻ എനിക്ക് വയ്യ മോളെ. എബി അവളെ ഇറക്ക കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം ശിവമ്മലിയുടെ ഓർമ്മകളെ വിട്ട് മരിയ അവനെ നോക്കി ചിരിച്ചു. അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി. അവരുടേതായ ലോകത്തേക്ക് അവർ രണ്ടുപേരും ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങി. പരസ്പരം ഗാഢമായ ചുംബനത്തിൻ്റെ കുളിരിൽ ഇരുവരും ഒന്നായി നനഞ്ഞു. എബിയുടെ കരലാളനത്തിൽ അനുഭൂതിയിൽ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അടഞ്ഞ കൺപോളകൾ ആദരം കൊണ്ട് തഴുകി തലോടിയവൻ. അവൻ്റെ അതിരം അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞപ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് നഖക്ഷതങ്ങൾ ഏൽപ്പിച്ചു. അവളുടെ മാറിൽ അവൻ്റെ കൈകൾ തഴുകി. അവൻ്റെ കൈകളിൽ ഞെരിഞ്ഞമർന്നു. അവളുടെ ശരീരം കോരിത്തരിച്ചു. അവളുടെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിൽ കുളിർമഴ പെയ്ച്ച് കടന്നുപോയി. അവളിലെ സ്ത്രീ ഉണർത്താൻ അധിക സമയം വേണ്ടി വന്നില്ലവന്. അവളുടെ ശരീരം വെട്ടി വിറച്ചു. അവൻ്റെ അരക്കെട്ടിൽ അമർത്തി പിടിച്ചു അവൾ. ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്ന അവനെ ഒന്നുകൂടി ഇറക്കപ്പുണർന്നുകൊണ്ട് കിടന്നുപോൾ. ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുകയായിരുന്നു സോഫി. അവളുടെ മനസ്സിൽ ശിവമ്മലിയുടെ നോട്ടമായിരുന്നു നിറഞ്ഞുന്നത്. എല്ലാവരെയും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണുകൾ. അതാണ് തൻ്റെ ഹൃദയത്തെ തുളച്ചു കയറിയത്. ആരായിരിക്കും അവളുടെ അച്ഛൻ? അവളുടെ അച്ഛനെ വീട്ടുകാരെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. നാളെ ആകട്ടെ
അവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷിക്കാം. പാവം കുട്ടി. അവളുടെ അച്ഛൻ്റെ ആരെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവൾക്കതൊരു സഹായമാകും. ഇച്ചായനുണ്ടായിരുന്നോ ഇവിടെയെങ്കിൽ അവളെ സഹായിക്കാൻ പറയാമായിരുന്നു. പറഞ്ഞില്ലെങ്കിലും ചെയ്യും. ഇതിപ്പോൾ ഓരോന്നും ആലോചിച്ച് കിടന്ന സോഫി കാലത്ത് നേരത്തെ എഴുന്നേറ്റ് മേഴ്സി ശിവമല്ലി കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. വാതിൽ ലോക്കാക്കിയിട്ടില്ല. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവൾ ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ്. അവളെ ഒരു നിമിഷം വാത്സല്യത്തോടെ നോക്കി നിന്നു മേഴ്സി. അവളുടെ അടുത്ത് കട്ടിലിരുന്നുകൊണ്ട് തലമുടിയിൽ തഴുകി മേഴ്സി. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. പാവം മൊഴി. അവൾ സണ്ണിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് അവളുടെ മൗനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു തനിക്ക്. ആരെയും ധിക്കരിച്ചൊന്നും പറയാനൊന്ന് കഴിയാതെ പോയി തനിക്ക്. 2 തുള്ളി കണ്ണുനീർ അവരുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീണു. ആരോ തന്നെ തഴുകുന്നതറിഞ്ഞിട്ടെന്നോണം ശിവമല്ലി കൺപുളകൾ വലിച്ചു തുറന്നു. അരയിലിരിക്കുന്ന മേഴ്സിയെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. എന്നെ അച്ഛമ്മ. അഴകാതെ മേഴ്സി കരയുന്ന കണ്ടിട്ട് നിഷ്കളങ്കമായി പറഞ്ഞു ശിവമല്ലി. ഒന്നുമില്ല മോളെ. മോളെ അച്ഛനെ കണ്ടുപിടിക്കാൻ മോളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഞാൻ സഹായിക്കാം മോളെ. മേഴ്സി വേഗം പറഞ്ഞു. അമ്മ. അവൾ സന്തോഷത്തോടെ വിളിച്ചു. എന്നെ അപ്പാടെ പടം ഇരിക്ക്. അമ്മ ഭദ്രമാക്കി വെച്ചിരിക്ക്. മേഴ്സി പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു. നോക്കട്ടെ മേഴ്സി പറഞ്ഞു ആകാംക്ഷ കൊണ്ട്. ശിവ കട്ടിനടിയിൽ വെച്ച ബാഗ് വലിച്ചെടുത്തു. മുകളിൽ വെച്ച ഡ്രസ്സൊക്കെ പുറത്തേക്ക് എടുത്തിട്ടു. ഏറ്റവും അടിയിലായി ഒരു ഡയറിയും ഒരു കുഞ്ഞു പേഴ്സും കയ്യിലെടുത്തു. എന്നപ്പാ അമ്മാവക്ക് കെട്ടിക്കൊടുത്ത മാല ഇരിക്ക്. പേഴ്സ് തുറന്ന് അതിലും ഒരു ചെപ്പെടുത്തു. അതിലൊരു കടലാസ് പൊതിയായിരുന്നു. മേഴ്സി ആകാംക്ഷയോടെ അതിൽ നോക്കി നിന്നു. ശിവ അത് തുറന്നു. ഒരു സ്വർണ്ണമാല പുറത്തെടുത്തു. അതിൽ തൂങ്ങിയായിരുന്ന കുരിശി രൂപം കണ്ട് മേഴ്സി നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ചു. കർത്താവേ. അതെ, അത് സണ്ണി എന്ന് മലർമോഴിയുടെ കഴുത്തിൽ ചാർത്തി കൊടുത്ത അവൻ്റെ മാലയായിരുന്നു. അറ്റത്ത് വലിയ കുരിശുമായി കട്ടി തൊരാടുമാല. മേഴ്സി വിറയാർന്ന കൈകൾ കൊണ്ട് അത് വാങ്ങി നോക്കി. അമ്മ. ഡയറി താളിൽ നിന്നും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് ശിവമല്ലി. അതെ, സണ്ണിയും മലർമൊഴിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയായിരുന്നു അത്. കൂടെ സിസിലി എടുത്തുകൊണ്ട് നിൽക്കുന്ന എബിയും. മേഴ്സിക്ക് പെട്ടെന്ന് മനസ്സിലായി അത് ആൽബിയുടെ മാമോദിസയ്ക്ക് എടുത്ത പടമാണ്. നാട്ടിലില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് പടം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. ശിവമല്ലിയുടെ കണ്ണുകൾ തിളങ്ങി. പ്രതീക്ഷയുടെ വെട്ടം. അറിയാം മോളെ, നീ ഈ വീട്ടിലെ കുഞ്ഞു തന്നെയാ. ഇടുത്തി പോലെയാണ് മമ്മിയുടെ വാക്കുകൾ സോഫിയുടെ കാതിൽ പതിച്ചത്. അർഹിക്കുന്ന കയ്യിൽ തന്നെയാണ് മോളെ നീ എത്തിപ്പെട്ടത്. എൻ്റെ സണ്ണിയുടെ മോളാണ് നീ. ഇത് ഞങ്ങളുടെ സണ്ണി മോനാണ്. മേഴ്സി പറഞ്ഞു കേട്ട് സോഫി കുഴഞ്ഞു വീണു. അവളെ വീഴാതെ താങ്ങി പിടിച്ചു പപ്പ. മേഴ്സി അടുക്കളയിൽ പോയിട്ട് കാണാതെ വന്നപ്പോൾ നോക്കാൻ വന്നതായിരുന്നു പപ്പ. അപ്പോഴാണ് സോഫി വീഴുന്ന കണ്ടത്. താങ്ങി പിടിച്ചത്. മോളെ. മേഴ്സി വേഗം വന്ന് സോഫിയുടെ മുഖത്ത് തട്ടി. ശിവമല്ലി ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തു വന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു. കണ്ണുകൾ വലിച്ചു തുറന്ന് സോഫി എല്ലാവരെയും നോക്കി. മമ്മി, ഞാൻ കേട്ടത് സത്യമാണോ? സോഫി ചോദിച്ചു. അതെ മോളെ, ദാ ഇത് നോക്ക്. മേഴ്സി കയ്യിലിരുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. സോഫി ഒന്നേ നോക്കിയുള്ളൂ. കല്യാണം കഴിഞ്ഞ് സണ്ണി കാണിച്ചു കൊടുത്ത പഴയ ഫോട്ടോയിൽ ഇതിൻ്റെ കൂടെ എടുത്ത മറ്റുള്ള ഫോട്ടോസും ഉണ്ടായിരുന്നു. ആൽബിയുടെ മാമോദിസ ചടങ്ങിന് എടുത്തതാണ് എന്നും പറഞ്ഞ് അന്ന് കാണിച്ചു കൊടുത്തത്. കൂടെ നിൽക്കുന്ന പെൺകുട്ടി അന്ന് തന്നെ ശ്രദ്ധിച്ചിരുന്നു താൻ. ഇതുപോലെ തന്നെ കുറേയുണ്ട്. എല്ലാത്തിലും സണ്ണിയും അവളും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെന്നായിരുന്നു ഉത്തരം നൽകിയത്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് പറയുമ്പോൾ ആ ഉള്ളം പിടഞ്ഞതും മിഴികൾ നിറഞ്ഞത് എന്തിനാണെന്നും അന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പോതാ ഈ നിമിഷത്തിന് അതിനുത്തരം കിട്ടിയിരിക്കുന്നു. സണ്ണിച്ചിൻ്റെ മകളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ മോൻ്റെ അതേ രക്തം. ഈ കണ്ണുകൾ ഹൃദയത്തെ കീറി മുറിച്ചത് വെറുതെയല്ല. സോഫി ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരുതരം അമ്പരപ്പായിരുന്നു. മോളെ. സോഫി വിറപ്പുണ്ട വിരലുകൾ കൊണ്ട് അവളുടെ കവളിൽ തലോടി.